ആ കേട്ടോ മോളെ, ഇനി ഇവൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്ന് അപ്പൊ നീ എന്നെ വിവരം അറിയിച്ചേക്കണം. ഇനി അഥവാ ഞാൻ ഇല്ലാത്തപ്പോഴാണ് വരുന്നെങ്കിൽ നീ അവനെ ഓടിച്ചു വിട്ടേക്കണം. അത് ഞാൻ ഏറ്റു മുത്തശ്ശി. ആഹാ, കൊള്ളാലോ. നല്ല പ്രണയരംഗത്തിന് സാക്ഷിയായിക്കൊണ്ടാണല്ലോ എന്റെ വരവ്. നായിക നായകന് കഴിക്കാൻ ടിഫിൻ കൊടുക്കുന്നു. ഇവൻ പോകുന്നത് കോച്ചിങ്ങിനാണോ അതോ പ്ലേ സ്കൂളിലാണോ? ഇനി അങ്ങനെ പറഞ്ഞോട്. അല്ലെങ്കിൽ തന്നെ ഇവന് വലിയ പരാതിയാ ഈ പ്രായത്തിലെ ടിഫിനും കൊണ്ട് പോകുന്നതിന്. ഇവന് മാത്രമല്ല, നിന്റെ ആങ്ങളേക്ക് കൊണ്ട് പരാതി. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതിനാര് കുറ്റം പറഞ്ഞു? പക്ഷേ ചെമ്പകശ്ശേരിയിലെ പിള്ളേര് പുറത്തൊന്നും ആവശ്യമില്ലാത്തതൊന്നും വാങ്ങിക്കഴിച്ച് വയറ് കേടാക്കാൻ ഞാൻ സമ്മതിക്കൂല. നാളെ മോൾ ഇവിടെ നിന്ന് കോളേജിൽ പോയാലും ടിഫിൻ തന്നെ ഞാൻ വിടൂ. ഒരു ഗതി ഉണ്ടെങ്കിലേ ഞാൻ അതിന് നിന്ന് തരില്ല മുത്തശ്ശി. നമുക്ക് കാണാം. അപ്പൊ നിന്റെ പരിപാടി തിരിച്ച് ബാംഗ്ലൂർ പോവാനാ? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. തീരുമാനിക്കാതെ പിന്നെ എന്നെ കൊണ്ട് വയ്യ. നിന്നെ പോലെ ഇങ്ങനെ ദിവസവും കൊച്ചു പിള്ളേരെ പോലെ ക്ലാസ്സിൽ പോവാനും എക്സാം എഴുതാനും. വല്ലതും പഠിക്കാതെ പിന്നെ എങ്ങനെയാടി? കോളേജിൽ പോയിട്ട് മാത്രമല്ലല്ലോ പഠിത്തം. ഞാൻ എന്തായാലും ഇപ്പൊ തൽക്കാലം എങ്ങോട്ടുമില്ല. അളിയൻ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിനു മുൻപ് ഞാൻ നാട് വിട്ടു പോവും. എടാ ആദി, ഞാൻ വന്നപ്പോ തൊട്ടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കാം. നീ എപ്പോഴാ നിന്റെ പ്രണയകഥ എന്നോട് പറയുന്നത്? അയ്യോ, അവരുടെ കഥ അവരെക്കാളും നന്നായിട്ട് അറിയാവുന്നതേ എനിക്ക്. ഞാൻ പറഞ്ഞ മതിയോ ലച്ചു? പോരാ, അനുഭവസ്ത്രീന്ന് തന്നെ കേൾക്കുന്നതിന്റെ സുഖം അത് വേറെ തന്നെയാ. അതെ, അവളങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ വിവരിക്കാനൊന്നും നിക്കണ്ട കേട്ടോ. പറയാനേ അത്ര സുഖമുള്ള കഥയൊന്നും അല്ലല്ലോ. താനിതൊന്നും കാര്യാക്കണ്ട. ഇതിനും വലിയ പെരുന്നാൾ വന്നിട്ട് പാപ്പ പള്ളിയിൽ പോയില്ല. പിന്നെ ഇത് അതെ, നമുക്ക് ആമി ചേച്ചിനോട് പ്രതികാരം ചെയ്യണ്ടേ? പ്രതികാരോ? പ്രതികാരോ? അതെ, പ്രതികാരം. എന്ത് പ്രതികാരം? എന്താ അതി ഇത്? എന്തേ കാണിക്കുന്നത്? എന്താ അതി? ആരെങ്കിലും കാണും? കാണട്ടെ, കാണാൻ വേണ്ടി തന്നെയാ. നമ്മൾ ആരെയെ പൂജയെ പേടിക്കണ്ടേ? നിയമപരമായിട്ട് വിവാഹം കഴിച്ചവരെ നമ്മൾ ഒരാളെ നോക്കേണ്ട കാര്യം നമുക്കില്ല.